കോതമംഗലം നഗരസഭയിൽ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ പ്രതിഷേധത്തിലേക്ക്. മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ നടന്ന പന്തം കൊളുത്തി പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഐക്യം സിന്ദാബാദ്, ഐക്യം സിന്ദാബാദ്. ഒരേ സ്വരത്തിൽ ഒരുമിച്ചായി ഇന്നീ സമരം സൂചന മാത്രം. കോതമംഗലം നഗരസഭയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ മെയിന്റനൻസ് നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പന്തം കൊളുത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം നടത്തിയത്. രാത്രിയായാൽ കോതമംഗലം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇരുട്ടിലാകുന്നത് മൂലം ജനങ്ങൾ ദുരിതത്തിലാണ്. തെരുവ് നായ ശല്യവും റോഡിലെ കുഴികളും രാത്രിയായാൽ വഴിയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുന്നുണ്ടെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് AG ജോർജ് പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ക്രിസ്തുമസിന് സമയത്ത് പോലും ഒരൊറ്റ വഴിവിളക്ക് പോലും കത്താത്ത ഒരു പരിസ്ഥിതിയാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുള്ളത്. കോതമംഗലം ടൗൺ അടഞ്ഞു കിടക്കുന്ന രീതിയാണ്. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും യാതൊരു തരത്തിലും കണ്ണു തുറക്കാനായിട്ട് ഇവിടുത്തെ ചെയർമാനോ അതുപോലെ ഭരണസമിതി അംഗങ്ങളോ തയ്യാറാകാത്ത ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. തെരുവ് പട്ടികളെ കൊണ്ട് പട്ടണം നിറഞ്ഞിരിക്കുന്നു, ഇഴയന്തികളെ കൊണ്ട് പട്ടണം നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് വളരെ ഭീതി ഉണർത്തുന്ന സംഗതിയാണ്. ഷമീർ പനക്കൽ, സിജു എബ്രഹാം, ഷിബു കുര്യാക്കോസ്, ഭാനുമതി രാജു, നോബ് മാത്യു, പ്രവീണ ഹരീഷ്, റിൻസ് റോയ്, സൈനുമോൾ, രാജേഷ്, നിഷ ഡേവിസ്, വത്സ ജോർജ്, ലിസി പോൾ, ബബിത മത്തായി, സിന്ധു ജിജോ എന്നിവർ സംസാരിച്ചു. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് AG ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.